الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم. صدق الله مولانا العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب السامعين. الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൊണ്ട് സ്വീകരിക്കുമാറാണ്. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ നന്മകളും റബ്ബ് സ്വീകരിക്കുകയും നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ വീഴ്ചകളും അല്ലാഹു മാപ്പാക്കി തരികയും ചെയ്യുമാറാണ്. നമ്മുടെ രഹസ്യ പരസ്യങ്ങൾ കൃത്യമായി അറിയുകയും അത് വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബിനെ സദാസമയവും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ഹലാലായ നല്ല ഉദ്ദേശങ്ങളെ സഫലീകരിച്ചു തരുമാറാണ്. രോഗികളായി കഴിയുന്നവരുടെ രോഗങ്ങൾക്ക് റബ്ബ് പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ്. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഈ ലോകത്തേക്ക് അയച്ചതും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ തിരിച്ചു വിളിച്ചതും ഈ മാസത്തിലാണ്. രണ്ടും നടന്നത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഈ മാസത്തിൽ നാം സാധാരണ കേൾക്കുന്നതിനേക്കാൾ ഉപരി കൂടുതൽ പ്രവാചകനെ കുറിച്ച് കേൾക്കുകയും തങ്ങളെ അറിയാനുള്ള കൂടുതൽ വഴികൾ നമുക്ക് മുന്നിൽ ഉണ്ടാവുകയും ചെയ്യും. കൂടുതലായി തങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും തങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നവരുണ്ടാകും. അതിനെ ദുരുപയോഗം ചെയ്ത് മറ്റു വഴിയിലൂടെ പല വേണ്ടാത്ത ഇസ്ലാമികമല്ലാത്ത അനിസ്ലാമികമായ ആചാരങ്ങൾ കൂട്ടിക്കലർത്തി വിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവാചക പ്രേമത്തെ നടിക്കുന്നവരും നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്തിനാണ് ഈ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്? എന്തൊക്കെ ദൗത്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഏൽപ്പിച്ചത്? നബിയോടുള്ള നമ്മുടെ സമീപനത്തിന്റെ തലങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഇതൊക്കെ കൃത്യമായി വിശുദ്ധമായ ഖുർആനും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും നമുക്ക് കൃത്യമാക്കി തീർപ്പാക്കി തന്നിട്ടുണ്ട്. അതിൽ നിന്നൊരല്പം പോലും ഇനി കൂട്ടാനുമില്ല,
ഒരല്പവും അതിൽ നിന്ന് കുറയ്ക്കാനുമില്ല. ഇതിനേക്കാൾ കൂടുതൽ ഇനി പറഞ്ഞു തരാൻ ഒരാൾ വരാനില്ല. കാരണം ഈ ദീനിൽ കൃത്യമായി പറയേണ്ടത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ട്. ഇനി അതിലൊരു അല്പം പോലും കൂട്ടാനും കുറയ്ക്കാനും ഇല്ല. ആരെങ്കിലും അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവരെ യഥാർത്ഥ വിശ്വാസികളായി, മുഅ്മിനീങ്ങളായി, മുസ്ലിമീങ്ങളുടെ ലിസ്റ്റിൽ അവരെ പെടുത്താനും നമുക്ക് കഴിയില്ല. കാരണം അവർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ഇച്ഛയ്ക്കോ അവന്റെ താല്പര്യത്തിനോ ഒത്ത് പ്രവർത്തിക്കാനുള്ളതല്ല. മറിച്ച് വിശുദ്ധ ദീൻ എന്തു പറയുന്നു അതിനെ കൃത്യമായി പിൻപറ്റുകയും അനുധാവനം ചെയ്യുകയും ആ വഴിയിലൂടെ അവസാനം വരെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരെയാണ് യഥാർത്ഥത്തിൽ പ്രവാചക പ്രേമി, പ്രവാചക അനുരാഗി, പ്രവാചകനെ പിൻപറ്റുന്നവൻ, പ്രവാചകന്റെ ആശിഖുർ റസൂൽ എന്നൊക്കെ നമുക്ക് വിളിക്കാനാവുക. അല്ലാത്തവരെ നമുക്ക് യഥാർത്ഥ മുത്തബിഉർ റസൂലായി പരിഗണിക്കാൻ പോലും കഴിയുകയില്ല വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ. സഹോദരങ്ങൾ, അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച അതേ ഉത്തരവാദിത്വവും അതേ ജോലിയും തന്നെയാണ് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമ്മളും ചെയ്യേണ്ടത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവാദിത്വം, തങ്ങളുടെ ഡ്യൂട്ടി എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അതേ ഡ്യൂട്ടി നമ്മളും ചെയ്യാനുണ്ട്. എന്താ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവാദിത്വത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത്? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഡ്യൂട്ടി എന്തെന്നറിയോ? ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, അങ്ങയിലേക്ക് നാം ഇറക്കി തന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആശയാദർശങ്ങൾ ഉണ്ടല്ലോ, ബല്ലിഗ്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ അങ്ങയുടെ ഒന്നാമത്തെ ഡ്യൂട്ടിയാണ്, അങ്ങയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്, അങ്ങയുടെ ഒന്നാമത്തെ ജോലിയാണെന്ന് വിശുദ്ധ ഖുർആൻ. തബ്ലീഗ്, എത്തിച്ചു കൊടുക്കൽ. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നമുക്ക് എത്തിച്ചു തന്നോ അത് കൃത്യമായി നാമും മറ്റുള്ള ജനങ്ങളിലേക്ക്, അത് എത്താത്തവരിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. തബ്ലീഗ് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് മാത്രം എഴുതി കൊടുക്കാനുള്ളതല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് തബ്ലീഗ്. മറ്റുള്ളവരിലേക്ക്, അല്ലാഹു നമ്മിലേക്ക് തന്നിരിക്കുന്ന ഈ ദീനിനെ മറ്റുള്ള ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നാം നിരന്തരം ഓതി കേൾക്കാറുള്ള സൂറത്തു യാസീൻ അല്ലാഹു പറയുന്നത് എന്താ? പ്രവാചകൻ പറഞ്ഞതായി പറയുന്നു, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലാഹു നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തന്ന വിഷയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. അത്രേ. ഇതാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. അതേ പ്രവാചകനെ പിൻപറ്റുന്ന വിശ്വാസികളുടെയും ഉത്തരവാദിത്വം ഇത് തന്നെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ കൃത്യമായി മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തബ്ലീഗിന്റെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു കൽപ്പിച്ച ഡ്യൂട്ടി, വദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു പറയുന്നു, റസൂലേ, അങ്ങേ വദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, തന്ത്രപൂർവം മറ്റുള്ള ജനങ്ങളെ മുഴുവനും അങ്ങ് ഈ ദഅവത്തിന്റെ മേഖലയിലേക്ക്, ഈ ദീനിന്റെ വഴിയിലേക്ക് അങ്ങവരെ ക്ഷണിക്കണം. റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, ഈ പുണ്യമായ ദീനിലേക്ക് അവരെ ക്ഷണിക്കലും നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രവാചകന്റെ ഡ്യൂട്ടി ആയതുപോലെ നമ്മുടെയും ബാധ്യതയാണ് ഈ ദഅവത്ത് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഡ്യൂട്ടിയാണ്.
മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി മുനീബ്. പ്രവാചകരെ, അങ്ങയെ നാം ഈ ലോകത്തേക്ക് അയച്ചതിന്റെ ലക്ഷ്യം അങ്ങക്ക് ഇറക്കിത്തന്ന വിശുദ്ധമായ ഗ്രന്ഥമായ ഖുർആൻ അത് അങ്ങയിലേക്ക് അവതരിപ്പിച്ചു തന്നില്ലേ? അതിന്റെയൊക്കെ പരിപൂർണ യഥാർത്ഥ ലക്ഷ്യം ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്, കഴിയും വിധത്തിൽ ജനങ്ങളെ ഇസ്ലാഹ് ചെയ്യലാണ്. ഇസ്ലാഹ് ഈ പ്രവർത്തനത്തിൽ ജനങ്ങൾ ഏർപ്പെടട്ടെ. എന്താ ഇസ്ലാഹ് ഈ പ്രവർത്തനം? ഉള്ളും പുറവും നന്നാക്കൽ. ഉള്ളും പുറവും നന്നാക്കൽ. ഒന്ന്, നമ്മുടെ കോലം നന്നാകണം. രണ്ട്, നമ്മുടെ നഫ്സ് നന്നാകണം. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് മോശമായി പോയാൽ ശരീരം മുഴുവനും മോശമായി. അത് ഹൃദയമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യുസ്ലിഹൂന മാ അഫ്സദൻ നാസ്, എവിടെയാണോ തെറ്റുള്ളത്, എവിടെയാണോ ശരികേടുള്ളത്, അതിനെ ശരിയാക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്, പ്രവാചകന്റെ ബാധ്യതയായതുപോലെ. നാലാമത്തതോ ഫദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയേ, അങ്ങ് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തണം. എങ്ങനെയുള്ള ഉത്ബോധനം എന്നറിയോ? ഫദക്കിർ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം. കാരണം ആവർത്തിച്ചുള്ള പറച്ചിൽ അവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. ഫദക്കിർ ഫഇന്ന ഫഅതിൽ ദിക്റാ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഉത്ബോധനം ആവർത്തിച്ച് നടത്തണമെന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പന നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ആവർത്തിച്ച് ജനങ്ങളോട് പറയൂ. ആവർത്തിച്ച് അവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ, അവരെ നേരായ പാതയിലേക്ക് ക്ഷണിക്കാൻ. ഒരു പ്രാവശ്യം കണ്ടു നന്നാകുന്നില്ല, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, വീണ്ടും പഴയപടി തന്നെയാണ്. വീണ്ടും പറയൂ. വിശുദ്ധ ഖുർആൻ ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിച്ചു പോയ വീഴ്ചയും അത് തന്നെയാണ്. ആവർത്തിച്ചൊരു കാര്യത്തെ കേൾക്കാനുള്ള കരുത്ത് അവർക്കില്ല, അതിനോടുള്ള ആഗ്രഹവും അവർക്കില്ല. ഇന്ന് റീൽസുകളുടെ കാലമാണല്ലോ. റീൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കഴിഞ്ഞാലുടൻ അടുത്തതിലേക്ക് വീണ്ടും ഇങ്ങനെ തോണ്ടി പോവുകയാണ്. അതിനെ വീണ്ടും കാണാൻ. റീൽസ് എന്തുകൊണ്ട് തരംഗമായി എന്ന് ചോദിച്ചാൽ അതിന്റെ തന്നെ ഉത്തരം അത് വെറും 30 സെക്കൻഡോ 1 മിനിറ്റിൽ താഴെയോ ഉള്ളത് കൊണ്ടാണ്. കാരണം ആളുകൾക്ക് ഇന്ന് വലിയ ലോങ് വീഡിയോകൾ കാണാനുള്ള നേരമില്ല. ഷോർട്ടാകുമ്പോൾ വെറും തുച്ഛമായ സമയത്തിനുള്ളിൽ വലിയ ആശയം തരുന്നു. അത് ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ്. കുട്ടികളിൽ ഷോർട്സ് വീഡിയോ കൂടുതലായി കാണുന്നവരിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പഠനം പറയുന്നു. കാരണം എന്ത്? ആവർത്തിച്ച് കേൾക്കാനുള്ള ത്വരയില്ല, അതിനുള്ള ആഗ്രഹം അവർക്കില്ലാതെ പോകുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ആവർത്തിച്ച് ജനങ്ങളെ ഉപദേശിക്കൂ റസൂലേ, അതവർക്ക് നേട്ടമുണ്ടാക്കും ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആവർത്തിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അഞ്ചാമത് പ്രവാചകന്റെ ഡ്യൂട്ടി എന്തായിരുന്നെന്നറിയോ? തസ്കിയത്തുൽ ഖുലൂബ്, ജനങ്ങളെ സംസ്കരിക്കലാണ്. വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ ലക്ഷ്യമായി പരാമർശിക്കുന്നിടത്ത് അധിക ഭാഗങ്ങളിലും ഈ പരാമർശം നമുക്ക് കാണാം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅത ഫീഹിം റസൂലാ. അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യമായി, റഹ്മത്തായി, മിന്നത്തായി അയച്ചു തന്ന റസൂലില്ലേ സല്ലല്ലാഹു അലൈഹി
വസല്ലം ആ പ്രവാചകന്റെ നിയോഗ ലക്ഷ്യത്തെ പറയുന്നിടത്ത് ഹുവല്ലദീ ബഅത ഫിൽ ഉമ്മീന റസൂലാ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അവരെ സംസ്കരിക്കൽ അങ്ങയുടെ ഡ്യൂട്ടിയാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവരെ സംസ്കരിച്ചെടുത്തില്ലേ? എത്ര മനോഹരമായി സംസ്കരിച്ചെടുത്തു. അതിന്റെ സംഭവങ്ങളൊക്കെ നാം സൂചിപ്പിച്ചു പോയിട്ടുള്ളതാണ്. എത്ര സുന്ദരമായിട്ടാണ് അരാജകത്വത്തിലും അധാർമികതയിലും ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ സംസ്കരിച്ചെടുത്ത് വജ്രം പോലെ വെട്ടിത്തിളങ്ങുന്ന മഹാവ്യക്തിത്വങ്ങളാക്കി ലോകത്തിന് സമ്മാനിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തസ്കിയത്തിന്റെ രൂപമാണ്. ഇങ്ങനെ സഹോദരങ്ങളെ തസ്കിയത്തിലൂടെ ഏറ്റവും മനോഹരമായി അവരെ സംസ്കരിച്ച് നന്നാക്കിയെടുക്കേണ്ടത് പ്രവാചകന്റെ ബാധ്യത എന്നതുപോലെ അരാജകത്വം നിറമാടുന്ന അത് പൂത്തുലഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് സമൂഹം മുഴുവനും വ്യതിചലിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവാചകന്റെ കൃത്യമായ അധ്യാപനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊടുത്ത് അവരെ സംസ്കരിച്ചെടുത്ത് സംസ്കാരത്തിന്റെ യഥാർത്ഥ പാതയിലേക്ക് ആനയിച്ചു കൊണ്ടുവരൽ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് സഹോദര. അത് മറന്നു പോകരുതേ. അത് മതിമറന്ന് ജീവിച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്റെ ഹബീബിന്റെ ഏത് ആശയം നീ മറ്റുള്ള ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ, ശരി, നീ ജുബ്ബയിട്ടു, നീ തൊപ്പിയിട്ടു, നീ കൃത്യമായി പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി, നീ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലി അല്പമെങ്കിലും നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. എന്നിട്ടോ നീ നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുപോലെ ഒരാളോടെങ്കിലും ഈ ദീനിനെ പരിചയപ്പെടുത്തിയോ എന്ന ചോദ്യത്തിനും മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദര, അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും മറുപടി ഇല്ലാതെ പോയാൽ നാളെ പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവരിൽ ഞാനും നിങ്ങളും പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആറാമതായ പ്രവാചകന്റെ ഉത്തരവാദിത്തമാണ് ഷഹാദത്ത്. കാരണം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. നബിയെ, അങ്ങയെ നാം അയച്ചിരിക്കുന്നത് ഒരു ഷാഹിദായിട്ടാണ്. എന്താണ് ഷാഹിദ് എന്നറിയോ? ഏത് ആദർശത്തെയാണോ ഞാനും നിങ്ങളും പ്രതിനിധീകരിക്കുന്നത്? എത്ര സുന്ദരമായ ആശയമാണ് ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയം. എത്ര മനോഹരമാണ്. ആർക്കാണ് ഇതിനെ ഒന്ന് വെല്ലുവിളിക്കാനാവുക? ഇതിനോട് പകരം വെക്കാൻ മറ്റെന്തിനാണ് കഴിയുക? അത്രയും മനോഹരമായ ഈ ആദർശത്തെ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നതിനോടൊപ്പം അതിനെ സത്യസന്ധമായ നിലയിൽ അംഗീകരിക്കൽ, അതിനെ സത്യസന്ധമായ നിലയിൽ ഷഹാദത്തെ ഹഖ്, അതിനെ ജീവിതത്തിൽ നെഞ്ചേറ്റൽ സഹോദര, അല്ലാഹു എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച കടമയാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കണമെന്ന്. പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കണം. അതാണ് ഷഹാദത്ത്. പക്ഷേ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയത് അതാണ്. നമുക്കിന്ന് പറയാനോ പ്രസംഗിക്കാനോ ലോകത്തിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ വലിയ ആളാകുന്നതിന് വേണ്ടിയോ എന്തും പറയാൻ നമുക്ക് കഴിയുന്നു. അത് ദഅവത്തിന്റെ ലക്ഷ്യമല്ല, പ്രവാചക നിയോഗത്തിന്റെ ലക്ഷ്യമല്ല. പറയാൻ ആർക്കും പറ്റും, എഴുതാൻ ആർക്കും കഴിയും. എന്തു വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാനും പറഞ്ഞു ഫലിപ്പിക്കാനും അല്ലാഹു തന്നിരിക്കുന്ന നാവ് ഉപയോഗിച്ച്, വാക്ചാതുര്യം ഉപയോഗിച്ച്, അവന്റെ ആയുധം ഉപയോഗിച്ച്, നാവെന്ന ആയുധം ഉപയോഗിച്ച്, പേന എന്ന ഏറ്റവും വലിയ തൂലിക ഉപയോഗിച്ചിട്ട് അവന് ലോകത്തിന്റെ മുമ്പിൽ എന്തും പറയാനും പ്രചരിപ്പിക്കാനുമാകും. പോരാ, യഥാർത്ഥ വിശ്വാസിയാകണോ? എങ്ങനെയാണ് വിശ്വാസിയാകേണ്ടതെന്നറിയോ? ഷാഹിദാ, അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ വിളിച്ചിട്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ,
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തിനാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്? എന്തിനാണ് ജനങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ? അത് പറയല്ലേ സഹോദര. അത് ഈ ദീനിനെ നീ ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറയുന്നതെങ്കിലും നീ പറയുന്നതിന് വിപരീതമായി ജീവിക്കുമ്പോൾ എന്താണോ പറച്ചിലുകൊണ്ട് ലക്ഷ്യം വെച്ചത് അതിന്റെ നേരെ നെഗറ്റീവ് ഫലമായിരിക്കും ഉണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ പ്രവാചക നിയോഗത്തിന്റെ ലക്ഷ്യമാണ്. എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടിയാണ് സഹോദര. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡ്യൂട്ടിയായി വിശുദ്ധ ഖുർആൻ പറയുന്നു, മുബശ്ശിറൻ വനദീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ കൃത്യമായി നമുക്ക് എത്തിച്ചു തന്നു. ജനങ്ങൾക്ക് കൃത്യമായി ആ ദീൻ പിൻപറ്റി ജീവിച്ചാൽ എന്ത് ലഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. എന്ത് ലഭിക്കും? സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് എന്ത് ലഭിക്കും? ഞാനൊരു നന്മ ചെയ്താൽ എനിക്ക് എന്ത് ലഭിക്കും? അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എവിടെയാണ് സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ, ഹദീസുകൾ ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഗതിയെ പറയുമ്പോൾ, ഏതൊരു അമലാകട്ടെ, ആ അമല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു അമല് ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യൽ ആ അമൽ കൂടുതൽ സ്വീകാര്യയോഗ്യമാകുന്നതിന് കാരണമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നാം മനസ്സിലാക്കി തന്നെ ചെയ്യണം. എന്താണ് എനിക്ക് കിട്ടുന്ന പ്രതിഫലമെന്നും മനസ്സിലാക്കണം. കാരണം അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയെടുത്ത് മുഴുവനും നിങ്ങൾ സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിന്ന് കള്ളം പറയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് നിങ്ങൾ സത്യത്തിന് മേൽ ഉറച്ചു നിന്നാൽ ഒരാളെ പരാജയപ്പെടുത്താൻ, കീഴ്പ്പെടുത്താൻ വാക്ചതുര്യം കൊണ്ട് നിനക്ക് കഴിയുന്നിടത്ത് നീ അവിടെ മാറി നിന്ന് സ്വയം തർക്കത്തിൽ നിന്ന് പിന്മാറിയാൽ നിനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഓരോ ഹദീസുകളും പ്രവാചകൻ ആ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്തിനാണ്? കൂടുതൽ ആവേശത്തോടെ ചെയ്യാനാണ്. അത് പ്രവാചകന്റെ ഡ്യൂട്ടിയാണ്, നമ്മുടെയും ഡ്യൂട്ടിയാണ്. രണ്ട്, അടുത്തത് പ്രവാചകന്റെ ഉത്തരവാദിത്തമാണ് മുന്നറിയിപ്പ് നൽകൽ. ഈ പറയുന്ന നേരായ പാതയിലൂടെയല്ല സഞ്ചരിക്കുന്നതെങ്കിൽ നാളെ വരാനിരിക്കുന്ന ശിക്ഷയെപ്പറ്റി, നാളെ വരാനിരിക്കുന്ന നരകത്തിന്റെ കാഠിന്യത്തെപ്പറ്റി, ഖബർ ജീവിതത്തിന്റെ ആ ഒറ്റയ്ക്കുള്ള ജീവിതത്തിന്റെ അത്ഭുതത്തെപ്പറ്റി അവർക്ക് കൃത്യമായി മുന്നറിയിപ്പ് കൊടുക്കൽ, വാണിംഗ് കൊടുക്കൽ, അതും പ്രവാചകരെ അങ്ങയുടെ ഡ്യൂട്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെയും ഡ്യൂട്ടിയാണ്, നിങ്ങളുടെയും ഡ്യൂട്ടിയാണ്. എന്ത്? കൃത്യമായി ഈ ദീനിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴുണ്ടാകുന്ന താക്കീതുകൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കൽ. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യേണ്ടത് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സിറാജം മുനീറ. പ്രവാചകൻ ആരാണ്? കത്തിജ്വലിക്കുന്ന ഒരു പ്രകാശമാണ്, വിളക്കാണ്. ഏത് വിളക്ക്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. എന്ത് പറയുന്നോ അതിൽ തങ്ങൾ ഏറ്റവും മികവുള്ള ആളായിരുന്നു. തങ്ങൾ പറയുന്ന വിഷയത്തിൽ തങ്ങൾ ഒന്നാമനായിരുന്നു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജയം. ഏത് ഇരുട്ടിൽ തപ്പി നടക്കുന്നവനെയും വെളിച്ചത്തിന്റെ വീതിയിലേക്ക് നയിക്കുന്ന നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മുൻഗാമികളായ സഹാബാക്കൾ, മുൻഗാമികളായ മഹത്തുക്കൾ പ്രവാചകനെ ഏത് രീതിയിലാണ് അംഗീകരിച്ചത്? പ്രധാനമായി അവർ 3 രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ രീതി, പ്രവാചകനെ അവർ ഇത്തിബാ ചെയ്തു. എന്ത് ചെയ്തു? ഇത്തിബാ ചെയ്തു. 2, ഇതാഅത്ത് ചെയ്തു. 3, ഹുബ്ബ് വെച്ചു പ്രവാചകനോട്. എന്താ ഇത്തിബാഉം ഇതാഅത്തും ഹുബ്ബും എന്ന് പറഞ്ഞാൽ? ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രവാചകനെ പിൻപറ്റുന്ന വിഷയത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ മറ്റൊന്നിന് പിന്നെ അർത്ഥമില്ലാതെയായി പോകും. ഒന്ന് ഹുബ്ബ്, പ്രവാചകനോടുള്ള ഇഷ്ടം. അത് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത വിധം അവർണ്ണനീയമായിരിക്കണം പ്രവാചകനോടുള്ള ഹുബ്ബ്. അതൊരിക്കലും നിയന്ത്രണമില്ലാത്തതായിരിക്കണം. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഉമറെ, എന്റെ ഈമാൻ പൂർത്തിയായില്ല. എങ്കിൽ റസൂലേ, എന്നെക്കാൾ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങയോട് ഇഷ്ടം വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അൽ ആന യാ ഉമർ,
ഉമർ, ഇപ്പോഴാണ് ഉമറെ പൂർത്തിയായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഇഷ്ടത്തിന് മുന്നിൽ മറ്റൊരു ഇഷ്ടത്തെയും പകരം വെക്കാനില്ല. അതുകൊണ്ടാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും എന്ത് വിഷയം വരുമ്പോഴും പ്രവാചകന്റെ മുമ്പിൽ ചെന്നിട്ട് ധൈര്യപൂർവ്വം അവർക്ക് പറയാൻ കഴിയുന്നത് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയും ഉമ്മയും അങ്ങേക്ക് അർപ്പണം റസൂലേ. എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ വാപ്പയായാലും എന്റെ ഉമ്മയായാലും എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കപ്പുറം എനിക്ക് വാപ്പയില്ല, എനിക്ക് ഉമ്മയില്ല. ആരുണ്ടെന്ന് പറഞ്ഞാലും എന്റെ ഹബീബിന് പകരം വെക്കാൻ എന്റെ വാപ്പയ്ക്ക് കഴിയില്ല, എന്റെ ഉമ്മയ്ക്ക് കഴിയില്ല. ആ കൃത്യമായ ബോധം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രമല്ല, അവർ ജീവിച്ച് കാണിച്ചു തന്നു സഹാബത്തുൽ കിറാം. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കേട്ട് പരിചയമില്ലേ? നബി തങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്, നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ. എങ്ങനെയാണ് പ്രവാചകന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായി മാറിയത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാൻ ഒരു സന്ദർഭത്തിൽ വീട്ടിലിരിക്കുമ്പോൾ പ്രവാചകൻ ഓടി വരികയാണ് എന്റെ വീട്ടിലേക്ക്. എന്റെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ പ്രവാചകൻ ഓടി വന്നിട്ട് പറയുന്നു, അബൂബക്കറെ, ഹിജ്റയ്ക്ക് പുറപ്പെടാൻ സമയമായി, ഇറങ്ങി വരൂ അബൂബക്കറെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ വാപ്പ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു പോയി. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ വാപ്പ ഇത്രയും പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര പോകാനുള്ള ആ സന്തോഷത്തിന്റെ പേരിൽ ഒരാൾ പൊട്ടിക്കരയുമെങ്കിൽ അത് ഞാൻ ആദ്യമായി കണ്ടത് എന്റെ വാപ്പയിൽ നിന്നാണെന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി പരസ്യ പ്രബോധനത്തിന് പ്രവാചകൻ അനുവാദം കൊടുത്തപ്പോൾ അങ്ങാടിയിൽ കഅബാലയത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അന്ത്യപ്രവാചകനാണ്, നായകനാണ്, പ്രവാചകൻ. ആ പ്രവാചകനല്ലാതെ ഇനി ഒരു പ്രവാചകൻ വരാനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആ അബൂബക്കറിനെ ആക്രമിക്കാൻ ശത്രുക്കൾ ചുറ്റും കൂടി നിന്ന് എല്ലാവരും ആക്രമിച്ച് അവശനാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ മകളായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്ന് തന്റെ തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ആ വെള്ളത്തിന്റെ ആവശ്യമില്ല. വീണ്ടും കാരണം ഞാൻ ബോധം വന്ന ഉടനെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന ചോദ്യം, അയ്യന റസൂലുള്ളാഹ്, എന്റെ റസൂലിന് വല്ലതും പറ്റിയോ, എന്റെ ഹബീബിന് വല്ലതും പറ്റിയോ, എന്റെ കൂട്ടുകാരന് വല്ലതും പറ്റിയോ എന്ന ചോദ്യമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്നുണ്ടായത്. പ്രവാചകന്റെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ടുപോയി പ്രവാചകനെ കണ്ടതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ എടുത്തു കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളമാണ് അദ്ദേഹം കുടിച്ചത്. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഈ ഹുബ്ബ് നമുക്കുണ്ടാകണം. ഈ ഹുബ്ബ് യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്തുണ്ടാകണം? ഇത്തിബാ ഉണ്ടാകണം, പിൻപറ്റൽ ഉണ്ടാകണം, മുത്തബി സുന്നയായി മാറണം. ആ പ്രവാചകൻ എന്ത് കാണിച്ചു തന്നോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുത്തബി സുന്നയാൻ, സുന്നത്തിനെ പിൻപറ്റുന്നയാൾ. അദ്ദേഹം സാധാരണഗതിയിൽ പ്രവാചകന്റെ കൂടെ ഒരു ദിവസം യാത്ര പോയപ്പോൾ പ്രവാചകൻ വഴിമധ്യേ ഒരു വൃക്ഷത്തിന്റെ തണലിലെത്തിയപ്പോൾ ആ വൃക്ഷത്തിൽ തല തട്ടാതിരിക്കാൻ തല ഒരൽപ്പം താഴ്ത്തിപ്പിടിച്ചു നടന്നു. പിന്നീട് എപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിനുശേഷവും അദ്ദേഹം ആ വഴി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു എന്നറിയോ? അവിടെ മരം പോലുമില്ല. അദ്ദേഹം അവിടെ എത്തുമ്പോൾ ഒരൽപ്പം കുനിഞ്ഞു നടക്കും. കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇവിടെ എത്തുമ്പോൾ കുനിയുന്നത്? എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ അന്ന് ഇവിടെ ഒരു മരമുണ്ടായിരുന്നു, അന്ന് പ്രവാചകൻ ഇവിടെ കുനിഞ്ഞു, അതുകൊണ്ട് ഞാനിതാ ഇപ്പോൾ കുനിയുന്നു എന്ന് പറഞ്ഞ മുത്തബി സുന്നയായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥ സഹാബത്തുൽ കിറാം. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയത്. ചാണോട് ചാൺ, ഒരൽപ്പം പോലും വ്യതിചലിക്കാതെ കൃത്യമായി അവർ പ്രവാചകനെ ജീവിതത്തിൽ
ചേർത്ത് പിടിച്ചു. ഒരു സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, പള്ളിയിലിരുന്നു. എന്തിനാണ്? ജനാസ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഇരിക്കുകയാണ്. എല്ലാവരും മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ നമസ്കാരം കഴിഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇരിക്കുന്നു. ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ മയ്യത്ത് നമസ്കരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, മയ്യത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് മാത്രം ഒരു ഖിറാത്ത് പ്രതിഫലം ലഭിക്കുമെങ്കിൽ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി അടക്കി പിരിയുന്നത് വരെ അവിടെ പോയി നിന്നാൽ 2 ഖിറാത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉടനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഇങ്ങനെ 2 ഖിറാത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നത് ശരിയാണോ? അതെ, ശരിയാണ് അബ്ദുല്ലാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പൊട്ടി കരഞ്ഞു. ആ ഒരു ഖിറാത്ത് പ്രതിഫലം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉമർ നമ്മുടെ നായകന്മാരായി, യഥാർത്ഥ സന്തത സഹചാരികളായി നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സഹോദര, ഈ സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കാൻ പറയുന്നത്. ഹുബ്ബ് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അബൂ താലിബ് രക്ഷപ്പെടുമായിരുന്നു. ഇഷ്ടം കൊണ്ട് മാത്രം രക്ഷപ്പെടണമായിരുന്നെങ്കിൽ അബൂ താലിബ് രക്ഷപ്പെടണമായിരുന്നു. നബി തങ്ങളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ പ്രവാചകനെ പിൻപറ്റാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തെ അനുവദിച്ചില്ല. ആ ഹുബ്ബ് കൊണ്ട് കാര്യമില്ല. അദ്ദേഹം നാളെ നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹുബ്ബ് കൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ന് ഹുബ്ബ് മാത്രമായി പോയി നമ്മുടെ പ്രവർത്തികൾ മുഴുവനും. ഇഷ്ടമുണ്ട് എന്ന പേര് പറഞ്ഞിട്ട് എന്തൊക്കെ പേക്കൂത്തുകൾ റബീഉൽ അവ്വൽ 12 കാണിച്ചു കൂട്ടുന്നു, എന്തൊക്കെ കോലാഹലങ്ങൾ. ആരാ ഇതൊക്കെ പഠിപ്പിച്ചത് ദീനിൽ? എന്റെ നാട്ടിൽ തന്നെ ഞാൻ നേരിട്ട് കണ്ടു. DJ ഡാൻസും ഏറ്റവും വലിയ 22 വീലുള്ള ഒരു ലോറിക്കകത്ത് മുഴുവനും DJ ലൈറ്റും ഡാൻസും, അതൊക്കെ കൃത്യമായി പാട്ടിനനുസരിച്ച് ആ ലൈറ്റുകൾ കൃത്യമായി മുഴങ്ങുന്ന ഒരു വാഹനത്തിന് അകത്ത് മുഴുവനും ബോക്സുകൾ നിറച്ചു വെച്ച് DJ ലൈറ്റും വെച്ച് അതിന്റെ പുറകെ ഒരു പച്ച റിബണും എടുത്ത് തലയിൽ കെട്ടിയ കുറെ ബൈക്ക് റാലിയുമായി കൂടെ നീങ്ങുന്ന കുറെ മ്യൂസിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആനും അരുതെന്ന് പറഞ്ഞ് ഹറാമാക്കിയ ഈ മ്യൂസിക് സിസ്റ്റത്തെ പ്രവാചകന്റെ പേരും പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ പേക്കൂത്ത് കാണിക്കാൻ ഉപയോഗിച്ച ഇവരൊക്കെ എവിടുത്തെ ഹുബ്ബ പ്രവാചകനോട് കാണിക്കുന്നത്? ഈ ഹുബ്ബ ആർക്കാ വേണ്ടത്? ഈ പ്രവാചകന്റെ പ്രേമം കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുമെന്ന് കരുതരുത്. അതിന് തിക്തഫലം ഏതാണോ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് ഉദ്ദേശിച്ചതിന് പകരം കിട്ടുക നെഗറ്റീവായിരിക്കും. പ്രവാചകന്റെ ശിക്ഷ ഒന്നും കൂടി ഒരു കാര്യം കൂടി അവർക്ക് ആലോചിച്ചുകൂടെ? എന്താണ് ആലോചിക്കേണ്ടതെന്നറിയോ? ഈ പ്രവാചകൻ ജനിച്ചു എന്ന് പറയുന്ന അതേ ദിവസമല്ലേ മദീന പൊട്ടിക്കരഞ്ഞത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്നത്തെ ദിവസം ഇതാ ഈ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്ത് കേട്ടപ്പോൾ പ്രവാചകന്റെ മുമ്പിലിരിക്കുന്ന 1 ലക്ഷത്തിൽ പരം വരുന്ന സഹാബാക്കളിൽ ഒരാളില്ലാതെ എല്ലാവരും പൊട്ടിക്കരഞ്ഞു ആ ആയത്ത് കേട്ടപ്പോൾ. കാരണം എന്തേ? പ്രവാചകന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കൾ ഏങ്ങി പൊട്ടിക്കരഞ്ഞു. സഹോദര, ആ ദിവസം ആ പ്രവാചകനെ ഇഷ്ടമില്ലാത്ത കോലാഹലങ്ങൾ കാണിക്കാൻ നീ റോട്ടിലിറങ്ങി നടന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾക്ക് എന്ത് ഹുബ്ബാണോ? ആരാണ് ഈ ഹുബ്ബിനെ പഠിപ്പിച്ചത്? ഈ ഹുബ്ബിനെ നീ ഏത് പ്രവാചകന്റെ ഇത്തിബാആയി, ഏത് പ്രവാചകനെ പിൻപറ്റുന്നു എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും? അതുകൊണ്ട് സഹോദര, ഇത് ഹുബ്ബല്ല. പ്രവാചകനോടുള്ള യഥാർത്ഥ ഹുബ്ബ് ആ പ്രവാചകന്റെ ജീവിതത്തെ തന്റെ ജീവിത ശൈലിയാക്കി മാറ്റി തന്റെ ജീവിതത്തിൽ ആ പ്രവാചകനെ ചേർത്ത് പിടിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഊണ് മുതൽ ഉറക്കം വരെയുള്ള, താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഉറങ്ങും വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ആ പ്രവാചകനെ എങ്ങനെയാണ് ജീവിച്ചു കാണിച്ചു തന്നത് അങ്ങനെ തന്നെ ജീവിക്കലാണ് യഥാർത്ഥ ഇത്തിബാഅ്. അതാണ് യഥാർത്ഥ ഇത്തിബാഉം ഇതാഅത്തും. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴേ ഈ ഹുബ്ബ് കൊണ്ട് അർത്ഥമുള്ളൂ. ഈ ഹുബ്ബില്ലാത്ത ഇത്തിബാഉം ഇത്തിബാഇല്ലാത്ത ഹുബ്ബും ഹുബ്ബും ഇത്തിബാഉം ഉണ്ട്. ഇതാഅത്തില്ല, അനുസരണയില്ല പ്രവാചകനെ. ഇതൊന്നും കൊണ്ട് കാര്യമില്ല. ഇത് മൂന്നും കൂടി യോജിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രവാചക പ്രേമിയായി ആശിഖുർ റസൂലായി മാറുന്നതും സഹാബത്തുൽ കിറാമിന്റെ യഥാർത്ഥ പിൻഗാമിയായി മാറുന്നതും. ആ പ്രവാചകനെ അൽഹംദുലില്ലാഹ് നാളെ പരലോകത്ത് ചെന്ന് സന്തോഷത്തോടെ കണ്ടുമുട്ടി ആ പ്രവാചകന്റെ ശഫാഅത്ത് വാങ്ങിക്കാൻ കഴിയുന്നവരിൽ ഉൾപ്പെടാൻ കഴിയും. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം നീണ്ടുപോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രവാചകനെ യഥാർത്ഥ രീതിയിൽ പിൻപറ്റി ജീവിക്കാൻ, ആ പ്രവാചകനോടുള്ള ഇഷ്ക്
അനുരാഗം അത് ജീവിതത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച് ജീവിച്ച് കാണിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി